റേസ് ബൈറ്റിൻ്റെ ഒരു കാലഘട്ടമാണ്. റേസ് ബൈറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അതിലെ ശരിയോ അതിലെ നീതിയുടെയോ സത്യത്തിൻ്റെയോ ഒരു വശവും ശ്രദ്ധിക്കാതെ കണ്ടൻറ്റുകളെ പടച്ചു വിടുന്നതാണ് റേസ് ബൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. 2024 തോന്നുന്നു ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്തൊരു വാക്യമാണ് ഈ റേസ് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ജീവിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സമൂഹത്തോടോ ചുറ്റുപാടിനോടോ മനുഷ്യരോടോ പുലർത്തേണ്ട മാനവികതയോ അതല്ലെങ്കിൽ മാനുഷികതയുടെയോ ഒരു തരത്തിലുള്ള മൂല്യങ്ങളെ പോലും പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മൂലധനമാണല്ലോ നമ്മുടെ ധാരണകളെപ്പോലും അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണങ്ങളെപ്പോലും നിർവചിക്കുന്നത് ഈ മൂലധനങ്ങളാണ്. അപ്പോൾ ആ മൂലധനം നിർണ്ണയിക്കുന്ന ആശയങ്ങൾക്കനുസരിച്ചിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ചുറ്റുപാടുള്ള മനുഷ്യരൊക്കെ പലപ്പോഴും ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിത ദൗത്യം എന്തിനാണ് മനുഷ്യൻ പടക്കപ്പെട്ടത്, ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ പടച്ച് ജീവിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്, അത് ആരുടെയെങ്കിലും ഒരു ഉൽപ്പന്നമായി മാത്രം ജീവിക്കലാണോ, അതല്ലെങ്കിൽ സ്വന്തമായി ഏതെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്തണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പലപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു ചിന്തകളോ സംസാരങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല. ജിമ്മിനൊക്കെ പോയി ശരീര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാണ് പലപ്പോഴും മൂലധനമൊക്കെ മുന്നോട്ട് വരുന്നത്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്യന്തികമായി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെയും അവൻ നിലനിന്നതിൻ്റെയും അവൻ അവശേഷിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു അർത്ഥതലങ്ങളിലേക്ക് വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മളൊന്ന് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെ, നമ്മൾ ചർച്ച ചെയ്യുന്ന ആശയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇപ്പോൾ സൂചിപ്പിച്ച അടയാളപ്പെടുക എന്നുള്ളതാണ്. ഏതർത്ഥത്തിൽ അടയാളപ്പെടണം എന്നുള്ള അവിടെയാണ് നമ്മളിത് ചർച്ച ഒന്നുകൂടിയും സംവാദാത്മകമാകുന്നത്. നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്രയോഗങ്ങളിൽ വന്നിട്ടുള്ള പുതിയ കാലത്തെ മാറ്റങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ദൃശ്യത കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു ദൂഷ്യഫലം എന്താണെന്നുള്ളത് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ ത്വരയും കൂടിയുണ്ട്, എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക, ജിമ്മ്, സൗന്ദര്യം കൂടുതലുണ്ടാവുക, ഇതൊക്കെ മറ്റുള്ളവർ എന്നെ ഒന്ന് നന്നായി ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആത്യന്തികമായ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ അതിനെ ഒന്നുകൂടി ഭൗതികമായ അർത്ഥത്തിൽ വായിച്ചു നോക്കിയാൽ അടുത്ത ഒരു തലമുറ അല്ലെങ്കിൽ അടുത്ത കാലത്തേക്കുള്ള ഒരു ആർക്കൈവ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തികളോ സമൂഹങ്ങളോ ഒക്കെയാണ് നമ്മൾ, അതിൻ്റെ ഭാഗമാണ്. നമ്മളെ അടുത്ത തലമുറ വായിക്കാനിരിക്കുന്നത് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏത് വിധത്തിലാണ് അടയാളപ്പെടേണ്ടത് എന്നുള്ളത് നിർവചിക്കപ്പെടണം. തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് മുഴുവൻ അങ്ങനെയാണല്ലോ. നമ്മളുടെ മനസ്സിലുള്ള ഏറ്റവും നല്ല ധാരണകളും ഓർമ്മകളും എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോട് കൊണ്ട് നടക്കുന്ന പല ചരിത്രങ്ങളും അതൊരു പോസിറ്റീവ് സൈഡിൽ നിന്നുള്ളതാണ്. നെഗറ്റീവ് സൈഡിലുള്ള വായന ചരിത്രത്തിലുണ്ടെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രസക്തമാണ്. അടയാളപ്പെടുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് തീർച്ചും ധാർമ്മികതയും നൈതികതയും മൂല്യബോധവും ഒക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരുതരം അടയാളപ്പെടലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കിപ്പോൾ പരിചയമുള്ള ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസക്തമായത്, ലോകത്ത് തന്നെ നിലനിൽക്കുന്ന ചരിത്രങ്ങളിൽ അടിത്തറയുള്ള പ്രൗഢമായ ചരിത്ര വായന ഉള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമുണ്ട്. എന്നിട്ട് തൊട്ടുടനെ വായിക്കുന്നത് സ്വഹാബിമാരുടെ ജീവിതമാണ്. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. പലതരത്തിലുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വരുമ്പോൾ കിട്ടുന്നത് നമ്മൾ വായിച്ചിട്ടുള്ള ആ ചരിത്രത്തിൽ നിന്നാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഹിറാ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കുന്ന വേളയിൽ ആദ്യം അതിൻ്റെ അകത്തേക്ക് കയറുകയും എല്ലാ സുഷിരങ്ങളും അടക്കുകയും അവശേഷിക്കുന്ന ഒന്നിൽ തൻ്റെ കാല് വെച്ചു, പാമ്പ് കൊത്തുന്നു. എന്നിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല മടിയിലേക്ക് വെച്ച് നന്നായി അവിടുത്തെ വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതൊരു
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കാലാകാലങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന വലിയൊരു ചരിത്രമാണ്. നമ്മളീ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില കുമിളകൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ചരിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ തലമുറയും അടുത്ത തലമുറയും നമ്മളെ നെഗറ്റീവ് സൈഡിൽ നിന്നും വായിക്കുന്നതിന് കാരണമാവുന്നുള്ളതൊരു കാര്യം. നമ്മളിങ്ങനെ നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിനെ ഏതൊരു സമൂഹം വായിക്കുന്നത് എങ്ങനെയാണ്? നീതിനിഷ്ഠമായ ഭരണം, പെട്ടെന്ന് തന്നെ പര്യായ പദം പോലെ ഓർമ്മ വരുന്നത്. മഹാത്മാഗാന്ധി ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭരണമാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി, ഇന്ത്യയിലുള്ള മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതെങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? ആ കാലത്തുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു. രാത്രി സമയത്ത് സുഖമായി കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഓരോ കുടിലുകളിലും കയറി എവിടെയാണ് പ്രശ്നമുള്ളത് എന്ന് പരിശോധിച്ചു. അങ്ങനെ റാന്തൽ വെളിച്ചത്തിൽ പാവപ്പെട്ട ഒരു ഉമ്മയുടെയും ആരുടെയും കാഴ്ച കണ്ടു. അവരുടെ വേദനയിൽ പങ്കുചേർന്നു. ഖലീഫയാണെന്ന് പോലും അറിയിക്കാതെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് അവിടുന്ന് ധാന്യങ്ങളുമായി പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ചരിത്രം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കപ്പെടുന്ന ഒരു ചരിത്രം അതാണ് അടുത്ത തലമുറയോട് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭരണം ആണ് ഈ ദേശത്തും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതെ, ഈ അടയാളപ്പെടുത്തലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പം വിശ്വാസികൾ പ്രാർത്ഥിക്കാറുണ്ട്, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും ഈ ദീർഘായുസിന് വേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ അത് അടയാളപ്പെടുത്തലുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് തോന്നാറുണ്ട്. ഉറപ്പായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടലിന് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് വനക്തുബുമാ ഖദ്ദമു വആതാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇത് യഥാർത്ഥത്തിൽ ആർക്കൈവ് ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ വലിയൊരു അർത്ഥം അതിലുണ്ട്. ആധാറുകൾ, അടയാളങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. മികച്ച ജീവിതം നയിക്കണം എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ദീർഘായുസിനെ പറ്റിയാണല്ലോ സൂചിപ്പിച്ചത്. ദീർഘായുസ് എന്ന് പറയുമ്പോൾ ഭൗതികമായ ലോകത്ത് കുറേ ജീവിക്കാനുള്ള പ്രേരണ മാത്രമല്ല, അടയാളപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും സൗഭാഗ്യമുള്ള മനുഷ്യൻ ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറയുന്നത് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ദീർഘായുസ് ലഭിച്ച ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തവരാണ് ഭാഗ്യശാലികൾ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ ദീർഘായുസ് ലഭിക്കുക എന്നുള്ളതല്ല, അടയാളപ്പെടുത്തലുകൾ നടക്കണം. അടയാളപ്പെടുത്തലുകൾ നടത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ചില ഗിമ്മിക്കുകൾ പറ്റില്ല. ഒന്നുകൂടിയും സീരിയസ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി സമൂഹത്തെ സേവിക്കാനോ മറ്റുള്ള പ്രയാസം ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് അങ്ങനെ സാധിക്കും. അടയാളപ്പെടുത്തുകയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്മ കൂടുതൽ അടയാളപ്പെടുത്തവൻ വിജയിക്കുന്നു, തിന്മ കൂടുതൽ അടയാളപ്പെടുത്തുവൻ പരാജയപ്പെടുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം അതല്ലെങ്കിൽ അല്പജ്ഞാനികൾ എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയ പ്രധാനമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് അല്പജ്ഞാനികൾ ഉണ്ടാക്കിയെടുക്കുക അതല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ എഴുതുന്ന അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വിടുന്ന ഏത് കോണ്ടൻ്റ് ആയാലും അത് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഒരുപക്ഷെ നിലനിൽക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ്, അതല്ലെങ്കിൽ വിഷ്വലുകളാണ്, വീഡിയോകളാണ്, പോസ്റ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നതും നമ്മൾ എഴുതുന്നതും നമ്മൾ ചിത്രീകരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി അതല്ലെങ്കിൽ ഒരു സാമൂഹിക ഉത്തരവാദിത്വം നമുക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. കാരണം നാളെ വരുന്നൊരു തലമുറ ഒരു പക്ഷേ റാൻഡംലി നമ്മളീ പറഞ്ഞ ഒന്നായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകുക, ഒരു റെഫറൻസ് ആയിട്ട് ചിലപ്പോൾ എടുക്കുന്നുണ്ടാകുക. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് എന്ന് പറയുന്നത് ആരെഴുതി കഴിഞ്ഞാലും എല്ലാവരും എഴുതുന്നത് ഡാറ്റയാണല്ലോ. ഈ ഡാറ്റകളിൽ നിന്നൊക്കെയാണല്ലോ പ്രോസസ്സ് ചെയ്തിട്ടാണല്ലോ ChatGPT ആയാലും മറ്റേ ഏത് AI മോഡലുകളാണെങ്കിലും നമുക്ക് തരുന്ന വിവരങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു കളവിൻ്റെ പ്രചാരകരാകുക എന്നൊരു പ്രശ്നം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തെറ്റായ വിവരങ്ങളിൽ കൊടുത്ത് സമൂഹത്തെ തെറ്റായ രീതിയിലേക്ക് നയിക്കുക എന്ന വലിയ ഗൗരവപരമായ ഒരു പ്രശ്നം കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികളായാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരായാലും വലിയ സാമൂഹിക ഉത്തരവാദിത്വം എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ഈ ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വാർത്തയുടെ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്ത് ചെയ്യുക, അതിനെ പ്രതികരിക്കുക, അതിലെ സത്യമേത് മിഥ്യ ഏത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള സമയം പോലും ലഭിക്കാതെ പെട്ടെന്ന് കാര്യം പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ
നമ്മൾ എത്തിപ്പെടുന്നൊരു സാമൂഹിക അവസ്ഥ അത് വളരെയധികം ഗുരുതരമായൊരു സാമൂഹിക അവസ്ഥയാണ്. അത് മാത്രമല്ല, അത് ഉറപ്പായിട്ടുണ്ട്. 2 ആംഗിളിൽ നമ്മളിപ്പം പറഞ്ഞത്. അത് നേരത്തെ ഓതി ആയത്ത് വഹസൈനാഹു ഫി ഇമാമിൻ മുബീൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് സൂചിപ്പിച്ചത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റെക്കോർഡ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പരമമായ ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞത്, നന്മയും തിന്മയും. ഫമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നന്മ ചെയ്താൽ അത് കാണുക തന്നെ ചെയ്യും, തിന്മ ചെയ്താലും കണ്ടുമുട്ടും. അതുകൊണ്ട് സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നതിനേക്കാളേറെ ഒരു മതപരമായ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൽ സ്വഭാവമാണ് ഒരാളെ അടയാളപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. സ്വർഗപ്രവേശനത്തിൻ്റെ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് സൽസ്വഭാവമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല കമൻറ്റുകൾ അടിക്കുക, പ്രചരിപ്പിക്കുക, നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മതപരമായ വീക്ഷണത്തിൽ തന്നെ വലിയ തെറ്റ്. രണ്ടാമത്തെ കാര്യം, ഇമാമിങ്ങളുടെ ഒരു നിലപാട് നമ്മളിതിൽ സൂചിപ്പിച്ചു. ചരിത്രം എഴുതുന്ന സ്ഥലത്ത് നമ്മുടെ അയിമ്മത്ത് എത്ര സൂക്ഷ്മത പാലിച്ചു എന്നുള്ളത് കിട്ടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വീകരിച്ച സമീപനം മതി. ബുഖാരി ഇമാം യഥാർത്ഥത്തിൽ ആ കാലത്ത് ചെയ്ത പണ്ഡിതന്മാരുടെ വലിയൊരു ദൗത്യമാണ് നിർവഹിച്ചത്. ഹദീസുകളിൽ വ്യാജം കടത്തിക്കൂട്ടുന്നതിനെ പ്രതിരോധിക്കുക കൂടി അതിൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ സ്വഹീഹായ ഹദീസുകൾ മാത്രം കടഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇമാം അവർകൾ ഒരു പ്രത്യേകമായ മാപ്പിനി ഉണ്ടാക്കുകയും അതിലിട്ട് അളന്ന് ചിട്ടപ്പെടുത്തിയിട്ടാണ് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ക്രോഡീകരിച്ചത്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരി അങ്ങനെ ആവുന്നത്. ആ ഒരു പശ്ചാത്തലവും ചരിത്രവും മുമ്പിലുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജമായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ആധികാരികം എന്നുറപ്പില്ലാത്ത പലതും സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സംസ്കാരം വിദ്യാർത്ഥികളടക്കം വരുന്നത് വളരെ ഗൗരവകരമായൊരു പിഴവ് മാത്രമല്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി കാരണമാവും. ഇനി ഇതേ ഭാഷയിൽ തന്നെ ആളുകളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം ആളുകളുടെ അടുക്കൽ നന്മ ചെയ്ത് അയാൾക്ക് വിലാസം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ജനാസയെ കൊണ്ടുപോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വജബത്ത്, അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് സ്വർഗം ലഭിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് സഹാബിമാരോട് അവിടുന്ന് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് ആളുകൾ പറയുന്നു, 4 ആളുകൾ ഒരാളെക്കുറിച്ച് നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുകൂല ഘടകമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നന്മകളും തിന്മകളും തൂക്കുന്ന വടയിൽ. അപ്പം നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ ധാരണ എന്ത്, അത് ഈ തലമുറയിലും അടുത്ത തലമുറയിലും പ്രസക്തമാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളെയും ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ, ഉസ്താദുമാർ, അധ്യാപകന്മാർ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂക്ഷ്മതലങ്ങളാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെയും നമീമത്തിൻ്റെയൊക്കെ ഘടകം വരുന്നത് അതിൻ്റെ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയാണ് സത്യത്തിൽ. ഒരു മനുഷ്യനെ കുറിച്ചിട്ടും നമുക്ക് ഇനി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെയും പ്രതിച്ഛായയെ നമ്മളായിട്ട് തകർക്കേണ്ടതില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിയാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. അതെ. അറിയാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യമായി എണ്ണുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഏറ്റവും മികച്ച ഇസ്ലാം അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതിലെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ആധികാരികമല്ല എന്ന് തോന്നുന്ന അറിവ് കൈമാറുന്നത് വലിയ ദ്രോഹമായി തീർന്നത് അതിനെ മറ്റു പലരും ആധികാരികമായി കാണുകയും അനുഷ്ഠിക്കേണ്ടതാണെങ്കിൽ അനുഷ്ഠിക്കും, മനസ്സിലാക്കേണ്ടതാണെങ്കിൽ മനസ്സിലാക്കും. അപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ നൽകുക എന്ന് പറയുന്നത് ഇസ്ലാമിലും വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഫാസിസത്തിനെതിരാണെങ്കിൽ പോലും, ഒരു മോശമായ ഭരണകൂടത്തിനെതിരാണെങ്കിൽ പോലും ഒരാളെ പൊതുവിടത്തിൽ വെച്ച് മോക്ക് ചെയ്യുന്നത്, ട്രോൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇസ്ലാമിക വശങ്ങൾ പലപ്പോഴും നമ്മളത് കൂടുതൽ ഇപ്പം അങ്ങനെയാണല്ലോ പൊതുവെ പബ്ലിക് റിയാക്ഷൻ, കളിയാക്കുക, പ്രകോപിപ്പിക്കുക, കളിയാക്കുന്ന രൂപത്തിലും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ. പക്ഷെ അതിന് ഒരു കയ്യടി കിട്ടുന്ന ഒരു ലോകം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതിലിത്രേ വായിക്കേണ്ടതുള്ളൂ. ഞാനോ നിങ്ങളോ കാരണം ഒരു വ്യക്തി വേദനിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്താൽ അത് രേഖപ്പെടുത്തപ്പെടും. അതെ അതെ, 2 ലോകത്തും. അതെ അതെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാവണം. അതേസമയം ഭൗതിക ലോകത്ത്
കാര്യബോധമുള്ള ആളുകളൊക്കെ നമ്മളെ നോക്കി ചിരിക്കുകയാണ്, പരിഹസിക്കുകയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹീറോയിസം കാണിക്കുകയും ഞാൻ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴും അപ്പുറത്ത് നിലവാരമുള്ള ആളുകൾ ഇദ്ദേഹത്തെ നോക്കി ചിരിക്കുന്ന ചിരി പലപ്പോഴും കാണുന്നു. നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് ലൈക്കുകൾ ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലരെ കൂടുതൽ വിമർശിച്ചാൽ കൂടുതൽ ലൈക്ക് കിട്ടും, ചിലരെ വിമർശിച്ചാൽ പ്രത്യേകിച്ച് അറ്റൻഷനും കിട്ടില്ല. അങ്ങനെ ആ ഏടത്തിൽ കൂടുതലാണോ ലൈക്ക് കൂടുതൽ കിട്ടുന്നത് അയാളെ വിമർശിച്ചു തുടങ്ങുകയും അങ്ങനെ ഇയാൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സുഖം കിട്ടുകയും കുറച്ച് കഴിയുമ്പോൾ ആകാശത്തിന് ചോട്ടിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും എൻ്റെ നിലപാട് രേഖപ്പെടുത്തണം എന്നുള്ള രീതിയിലേക്ക് ഇവർ ഒരു അധംപതിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് അവരുടെ പ്രതിച്ഛായയെ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ ഇല്ലാതാക്കുന്നുണ്ട്. അവരുടെ ഇമേജ്, പബ്ലിക്കുള്ള ഇമേജ് കളയുന്നു. കാരണം ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. കാരണം പക്ഷേ ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞ് നമ്മൾ ആരെങ്കിലും തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിവില്ലാത്തവരാകും, നമുക്ക് ഈ സമൂഹത്തെക്കുറിച്ച് ധാരണയില്ലാത്തവർ എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. പക്ഷെ അവർ തന്നെ അവരുടെ പഴയ കാലത്തുള്ള ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ബയാസിങ്, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നം അവർക്ക് തന്നെ മനസ്സിലാകുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മൾ ചെയ്യുന്ന നന്മ, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച മഹാരഥന്മാരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള നന്മകൾ ആളുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നത് പോലും അല്ല. അതെ അതെ, സ്വാഭാവികതയിൽ സംഭവിക്കുന്നതാണ്. സ്വാഭാവികതയിൽ സംഭവിക്കുന്നതിനെ മാതൃകയാക്കുന്നതിന് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ പിൻതലമുറ വായിക്കുകയോ ചെയ്യുന്നതാണ്. ആ അർത്ഥത്തിൽ മാത്രമേ നമ്മൾ നന്മകൾ ചെയ്യാനും പാടുള്ളൂ. സ്വയം പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ചിലപ്പോൾ എൻ്റെ ഇതുവരെ ചെയ്തു വന്ന എല്ലാ അനുഷ്ഠാനങ്ങളെയും നിർവീര്യമാക്കി കളയാൻ പോലും അതിന് ശേഷിയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവുന്നതിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വാഭാവികമായ ജീവിതത്തിൽ നന്മകളുമായി ബന്ധപ്പെട്ട് എൻഗേജ് ആവുക. അങ്ങനെ നമ്മളെ നോക്കി നാളെ ഒരു സമൂഹം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മളുടെ വിഷയമല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നന്മ ചെയ്യുന്നവരെ ഓർക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ സ്വാഭാവികതയാണ്. നമുക്ക് അങ്ങനെ കുറേ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതിന് പരമമായ ഒരു ഉത്തരമുണ്ട്. അപ്പോൾ ആരും അറിയുന്നില്ല ഒരു നന്മ, നിരാശപ്പെടേണ്ടതില്ല, അള്ളാഹു അറിയുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഈ അടയാളപ്പെടുത്തൽ വിങ്സ് ഓഫ് ഫയർ, പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിലും അദ്ദേഹം അതിൻ്റെ അവസാനത്തിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു തീരത്തൂടെ, ഒരു ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ മണൽപ്പരപ്പിലൂടെ നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങൾ വലിച്ചേക്കാൻ പാടില്ല. നിങ്ങളെ കൃത്യമായിട്ട് തന്നെ പതിപ്പിക്കണം. അങ്ങനെ പതിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാൽപാദങ്ങൾ അവിടെ അടയാളപ്പെടുകയുള്ളൂ. ജീവിതത്തിൻ്റെ ലക്ഷ്യവും അലസമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. ആരുടെങ്കിലും നിർണ്ണയിക്കുന്ന താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ അൽഗോരിതങ്ങളുടെ ആ ഒരു ലൂപ്പിൽപ്പെട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ല മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ജീവിത